ഇവിടെ ഒരുപാട് സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ദേ അച്ഛനൊക്കെ വന്നു കഴിഞ്ഞാൽ ദേവായിട്ടൊക്കെ ഏതു നേരവും ചർച്ചയോട് ചർച്ച. എന്തായി സംസാരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമല്ല. അനന്തവും മഞ്ജുവും പലതും പറയുന്നുണ്ട്. എന്താ അവർ പറയുന്നത്? അതേപ്പറ്റിയൊക്കെ അച്ഛനോട് ഞാൻ പറഞ്ഞതാ. ഇപ്പോഴേതായാലും ഉണ്ണി നിൽക്കുമ്പോ എനിക്കതൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഉണ്ണിക്കെല്ലാം അറിയാം. കണ്ണനെല്ലാം ഉണ്ണിയോട് പറഞ്ഞിട്ടുണ്ട്. എന്നോടാണ് ആരും ഒന്നും പറയാത്തതല്ലേ? ഉണ്ണി, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് കാർത്തു. അതിന് കാരണമുണ്ട്. പക്ഷേ സ്വന്തം മക്കളെ മാറ്റി നിർത്തിയിട്ട് അനന്തരവന്റെ ഭാര്യയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്താ ഏതെങ്കിലും മക്കളെ സഹിക്കൂ? ഇവിടെ അതാണ് നടന്നത്. അച്ഛനും അച്ഛന്റെ മോളും മഞ്ജുവിനെ പാടെ തള്ളിക്കളഞ്ഞു. ഇപ്പൊ കാണുന്നവർക്ക് ദേവയുടെ സ്വന്തം മോള് കാർത്തു ആണെന്ന് തോന്നും. അതിലേക്ക് ഞങ്ങളെ നയിച്ചത് മഞ്ജുവിനല്ലേ ചരിത്തെ? എല്ലാ വീട്ടിലും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അമ്മയ്ക്ക് മക്കളോടെന്ന പോലെ മക്കൾക്ക് അമ്മയോടും സ്വാർത്ഥതയുണ്ട്. തന്റെ അമ്മ തന്നേക്കാൾ മറ്റാരെയും സ്നേഹിക്കരുതെന്ന സ്വാർത്ഥത മിക്ക മക്കൾക്കും ഉണ്ട്. അത് മനസ്സിലാക്കാതെ മഞ്ജുവിനെ അനന്തുവിനെയും പാടെ അവഗണിക്കുന്നത് എനിക്കെന്തോ അങ്ങോട്ട് ദഹിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് കുടുംബത്തുള്ള എല്ലാവരും ഒന്നിക്കണം മുത്തശ്ശ. അതിന് മുത്തശ്ശനും മാളുവിന്റെ അമ്മയും ഒക്കെ മുൻകൈ എടുക്കണം. ശരത്തിനേക്കാൾ കൂടുതൽ ഇപ്പോ ഉണ്ണിക്ക് കാര്യങ്ങൾ അറിയാം. കാർത്തു ആരാണെന്നും അറിയാം. അതുപോലെ മഞ്ജുവിന്റെ കാര്യം ഉണ്ണി അറിഞ്ഞു കാണുമല്ലോ. കണ്ണിട്ടം പറഞ്ഞിട്ടുണ്ട് മഞ്ജു അടുത്ത അനാഥയാണെന്ന്. അതെ, മഞ്ജു അനാഥ കുട്ടിയാ. പക്ഷേ അതിന്റെ അവഗണന ആരും കാണിച്ചിട്ടില്ല. എന്നാ അവള് തന്നെ അതിന് അവസരം ഉണ്ടാക്കി. ഇനിയിപ്പോ ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. കുടുംബത്തിലുള്ള എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ശ്രമിച്ചാല് ആരെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടപ്പെടും. കാരണം കാർത്തുവിനെ കൊല്ലാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക മഞ്ജുവും അനന്തവും. അത് മറക്കരുത്. ഞാൻ എല്ലാ വഴിയും ചിന്തിച്ചു. ഇപ്പൊ തുറന്നു കിടക്കുന്നത് ആ വീട് മാത്രമാ, കരുണന്റെ മകളുടെ വീട്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ അനന്തുവേട്ടാ, സ്വന്തം അനന്തരവൻ തന്നെയാ കരുണനെ കൊന്നിരിക്കുന്നത്. അതിന്റെ ഒരു വൈരാഗ്യം എന്തായാലും അയാളുടെ ഭാര്യയ്ക്കും മകൾക്കും, കണ്ണനോടും ഉണ്ണിയോടും കാർത്തൂനോടും ഒക്കെ കാണാതിരിക്കൂ. പക്ഷേ കരുണന്റെ മകൻ ഭീകരനാ. കണ്ണനേക്കാളും പ്രശ്നക്കാരനാ. ഒരുപാട് തവണ ജയിലിൽ കിടന്നവനാ. അവന് മറ്റൊരു ബന്ധം കൂടി ഉണ്ടല്ലോ. ഡോക്ടർ ജീവന്റെ അനിയനല്ലേ ഈ പറയുന്ന ദീപൻ? അതെ, പക്ഷേ ഏട്ടനെ മാനിക്കാത്ത ഒരു അനിയനാണല്ലോ അവൻ. നമുക്കെന്തായാലും ആ വീട്ടിലോട്ട് ഇടിച്ചു കയറണം. പറ്റുമെങ്കിൽ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കണം. അവരൊക്കിപ്പം മാറിയിട്ടുണ്ടെങ്കിലോ? അങ്ങനെ വരാൻ വഴിയില്ല അനന്തുവേട്ടാ. ഞാൻ ഇന്ന് പത്മേച്ചിയായിട്ട് സംസാരിച്ചിരുന്നു. അന്ന് കല്യാണത്തിന് അമ്മയും മോളും അത്ര സുഖത്തിലല്ല നിന്നിരുന്നത്. സദ്യ കഴിച്ചിട്ട് അവര് സുശീലേട്ടന് മുന്നേ പോവുകയും ചെയ്തു എന്നാ കേട്ടത്. അത് മാത്രം നമുക്കിപ്പൊ കടന്നു ചെല്ലാൻ പറ്റുന്ന വീട്. അവിടെ എത്തിയ ശേഷം നമ്മൾ ചിന്തിക്കുന്ന രീതിയിലാണ് അവരും ചിന്തിക്കുന്നതെങ്കിൽ ഒന്നിച്ചു നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞേക്കും. അമ്മയും മോളെയും കരുവാക്കാം. നമ്മള് പുറത്തു നിന്ന് കളിച്ചാ മതി.
ഇതിനു മുമ്പ് ചെയ്തതെല്ലാം പാളിപ്പോയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം. കരുണൻ എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും ശരി, സ്വന്തം അച്ഛനെ കൊന്നത് ആരായാലും അവരോട് മക്കൾക്ക് പ്രതികാര ചിന്തയുണ്ടാവും. അതുപോലെ തന്നെ മരിച്ച ആളിന്റെ ഭാര്യയ്ക്കും. ഭാര്യയ്ക്കും ഭർത്താവിനും വട്ടു വന്നത് നമ്മൾ കാരണം. അത് അവർക്കറിയില്ലല്ലോ. പക്ഷേ ഇപ്പൊ അറിഞ്ഞു കാണും മഞ്ജു. നമ്മൾ കൊണ്ടുപോയ മരുന്ന് എന്തിനുള്ളതാണെന്ന് എല്ലാവർക്കും പിടികിട്ടി കാണും. അങ്ങനെയൊന്നും സംശയിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പോകുന്നെങ്കിൽ ഇന്ന് തന്നെ പോണം, ഈ നിമിഷം തന്നെ. ഇനിയിപ്പോ അവരാരും മാറിയില്ലെങ്കിൽ നമ്മളെ ആട്ടി പുറത്താക്കുമായിരിക്കും. പുറത്താക്കിക്കോട്ടെ, അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഇനി പുറത്താക്കിയില്ലെങ്കിലോ? അവരും നമ്മുടെ പാതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലോ? അവിടെ നമുക്കൊരു ചാൻസ് വീണ് കിട്ടുക, കാർത്തൂന്റെ ചിത കൂട്ടാനുള്ള അവസരം. എല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് ഇനിയിപ്പൊ എന്ത് മാർഗം സ്വീകരിക്കാനും ഞാൻ തയ്യാറാ. പോകണമെങ്കിൽ പോകാം. ആന്റി, ആരൊക്കെയായി വരുന്നേ? എത്ര നാളായി നിങ്ങളെയൊക്കെ കണ്ടിട്ട്? ചേച്ചിയെ മോളെയൊക്കെ ഒന്ന് കാണാനായിട്ട് തന്നെ ഇറങ്ങിയതാ. അങ്ങോട്ട് വരികയായിരുന്നോ? ഞാൻ കരുതി നിങ്ങൾക്കിവിടെ ബന്ധുക്കൾ ഒരുപാടുണ്ടല്ലോ, അവിടെങ്ങാനും പോവുകയാണെന്നാ കരുതിയത്. ഞങ്ങൾക്കിവിടെ ആരും ബന്ധുക്കളായിട്ടൊന്നും ഇല്ല ആന്റി. എല്ലാരും ഞങ്ങളുടെ ശത്രുക്കളാ. അനിയത്തിയുടെ കല്യാണത്തിന് വരാതിരുന്നപ്പോഴേ തോന്നി എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന്. കരുണൻ ചേട്ടനെ കൊന്നത് സ്വന്തം അനന്തരവനാ. ആ ദേഷ്യം നിങ്ങൾക്ക് അവരോടൊക്കെ ഉണ്ടാവുമെന്നാ വിശ്വാസം. അത് പിന്നെ കാണാതിരിക്കുവോ? ഉള്ളത് പറയാലോ, ഞാനും മോളും ദേഷ്യം അടക്കി കഴിയ. ഞാൻ പറഞ്ഞതിപ്പോ എന്തായി അനന്തുവേട്ടാ? ദീപനെ പേടിച്ച് നിങ്ങൾ രണ്ടുപേരും കഴിയാണെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാ കുടുംബങ്ങളെയും തമ്മിൽ അകറ്റിയത് ആരാണെന്ന് അറിയോ ആന്റിക്ക്? എന്താ സംശയം? അവള് തന്നെ, ആ കാട്ടിക്കിടന്നവള്. ആരോരും ഇല്ലാത്തവളായിരുന്നു. അവക്കിപ്പോ എല്ലാവരും ഉണ്ടായി. നമുക്കൊക്കെയാ പലതും നഷ്ടപ്പെട്ടത്. ആന്റി പറഞ്ഞത് 100% സത്യമാ. അവള് മാത്രം ഇപ്പൊ ജീവിക്കുന്നത്. എത്ര തവണ ഞങ്ങൾ അവളെ കൊല്ലാൻ നോക്കിയതാണെന്നറിയോ? ഞങ്ങളും അങ്ങനെ തന്നെയാ. അവള് മരിക്കണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഇന്ന് എല്ലാ പ്രതീക്ഷയും കെട്ടുപോയി. ജീവിതം തരിശായിപ്പോയി. അതുകൊണ്ട് തന്നെയാ ആന്റി മോളെയും കാണാൻ ഞങ്ങൾ വന്നത്. അവിടെ ഇപ്പൊ ദീപം കാണുമോ വീട്ടില്? അവൻ രാവിലെ പുറത്തു പോയായിരുന്നു. എന്നാ പിന്നെ നമുക്ക് ചേച്ചിക്കൊപ്പം വീട്ടിലേക്ക് പോയിട്ട് വിജിതയും കുഞ്ഞിനെ ഒന്ന് കണ്ടാലോ? അത് വേണം. എന്റെ കരുണേട്ടൻ മരിച്ചിട്ട് ബലികർമ്മങ്ങളൊക്കെ നടത്തിയെന്ന് പറയുന്നു. സഞ്ചയനവും കുളിയും നടത്തിയിട്ടില്ല. ഞാനും മരണഭീതിയിലാ കഴിയുന്നേ. ഏത് നിമിഷം എന്നെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ എങ്ങനെ കഴിഞ്ഞതാണെന്ന് നിങ്ങൾക്കറിയാവോ? അതൊക്കെ ഞങ്ങൾക്കറിയാലോ ചേച്ചി. കാർത്തൂനെ അരുൺ കല്യാണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല സ്ഥിതിയിലായിരുന്നെന്ന് ഞങ്ങൾക്കറിയാം. അവളെ എല്ലാം വിഴുങ്ങുന്ന ഒരുത്തിയാ കാർത്തു. മോന്റെ അനിയനെ കല്യാണം കഴിച്ച അവള് നിങ്ങളുടെ കുടുംബത്തിലോട്ട് വന്നില്ല. അതിനു മുമ്പ് കുടുംബം കുട്ടിച്ചോറായോ? ചേട്ടനും അനിയനും തമ്മിൽ തെറ്റിയോ? ചേട്ടനും അനിയനും മാത്രമല്ല, എന്റെ അമ്മയും അമ്മായിയും ഒക്കെ ഞങ്ങളിൽ നിന്ന് അകന്നുപോയി. ആ ദേഷ്യമൊക്കെ ഉള്ളിൽ കിടക്കുക. അതിന് എന്തെങ്കിലും ഒരു ശമനം കിട്ടണമെങ്കിൽ അവൾക്കും കിട്ടണം തിരിച്ചടി. എന്നാ കാറിലോട്ട് കയറ്. ഞങ്ങൾ ആരെങ്കിലും കൂട്ടുകിട്ടണോന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഇപ്പഴാ ഇത്തിരി ആശ്വാസമായത്. ആന്റി കൂടി കയറിക്കോ. വാ വാ പോ. കേറാന്റി. കേറ്. ദീപൻ ഇവിടെ കാണുമോന്ന് പേടിയുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വന്നാ മതി രണ്ടാളും. അവനില്ലാത്ത സമയം ഞങ്ങൾ പറയാം. ചായ കുടിക്കും.
ഇങ്ങോട്ട് വരുന്നതൊക്കെ വലിയ തലവേദനയാ. അതുകൊണ്ട് വിളിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വരാം. അവിടെ ഞങ്ങളെ കൂടാതെ പിന്നെ ആ പത്മിനിച്ചയാ ഉള്ളത്. അവര് നമുക്കൊപ്പം നിൽക്കുന്ന കൂട്ടത്തില. അയ്യോ, പവിത്രയുടെ ചേച്ചിയല്ലേ? അവള് ഭയങ്കര തുണച്ചിയാ. ഏയ്, എന്നാലും ഞങ്ങളെ ഒറ്റത്തില്ല. പറയാൻ പറ്റില്ല. ദീപൻ ജയിലിൽ പോയ ശേഷം കാർത്തൂന്റെ തറവാട്ടിലായിരുന്നു വിജിതയും മോളും അല്ലേ? വേറെങ്ങോട്ടും പോവാൻ പറ്റത്തില്ലല്ലോ. 3 മാസം അവിടെ താമസിച്ചുള്ളൂ. പക്ഷേ 30 വർഷത്തെ കഷ്ടപ്പാടായിരുന്നു. ഒരു സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന എന്റെ അപ്പച്ചി എന്നെ അവിടെ ഇട്ട് പെടാപ്പാട് പെടുത്തി. അതിനിടയ്ക്ക് വന്ന് സഹതാപം കാണിക്കും കാർത്തു. എന്നിട്ട് ഇവളങ്ങോട്ട് മാറുമ്പോ കനകേച്ചിയുടെ മനസ്സിലോട്ട് വിഷം കുത്തി നിറയ്ക്കുകയും ചെയ്യും. കാർത്തൂനെ കുറിച്ച് വിജിതയുടെ കാഴ്ചപ്പാടെന്താ? അവളാണ് എല്ലാരെയും തമ്മിൽ തെറ്റിക്കുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അത് പറഞ്ഞതേ ഉള്ളൂ. അവൾ ഇവരുടെ കുടുംബത്തോട്ട് മരുമകളായി ചെന്ന ശേഷം ആ കുടുംബത്തിന്റെ അവസ്ഥയൊന്ന് നോക്ക്. അല്ലേ മോളെ? എന്താന്നറിയില്ല, അവളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാ. അല്ല, ഇവിടെ തന്നെ എന്നെയും കുഞ്ഞിനേക്കാളും ദീപേട്ടന് പ്രിയം അവളെയാ. കാർത്തൂനെ എന്തെങ്കിലും പറഞ്ഞ കഴുത്ത് കണ്ടിക്കുന്ന ദീപേട്ടൻ പറഞ്ഞത്. എല്ലാവരെയും വശീകരിച്ചു വെച്ചിരിക്കുക അവള്. ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്ത് പോലും അവൾക്ക് പോയി. ഇപ്പൊ മാളുവിന് ഉണ്ണി കല്യാണം കഴിച്ചതോടെ ഞങ്ങളെന്ന് പറയുന്ന 2 ജന്മങ്ങൾ കുടുംബത്തുണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. ഞങ്ങളെ അന്വേഷിക്കാറുമില്ല. മോനെ എന്തുവായി പറയുന്നേ? മതിലകം തറവാടും അതിന്റെ ചുറ്റുമുള്ള പറമ്പും കാർത്തൂന്റെയും കണ്ണന്റെയും പേരിൽ വാങ്ങിച്ചു കൊടുത്തത് മോന്റെ മുത്തശ്ശനല്ലയോ? കോടികളല്ലേ അതിനുവേണ്ടി പൊടിച്ചത്? ഇവിടെ ഒരാൾ അതെല്ലാം കാർത്തൂന് തന്നെ വെറുതെ കൊടുത്തു എന്ന് പറഞ്ഞതാ. ആരെങ്കിലും അങ്ങനെ പറയുമോ മോനെ? അങ്ങനെ പറയിക്കാൻ വേണ്ടി മനസ്സുണ്ടാക്കുന്നതേ അവളുടെ പ്രാർത്ഥനയിലൂടെ. ഇനി നമ്മളെല്ലാം തമ്മിൽ എപ്പോഴും കോണ്ടാക്ട് വേണം. ഇവിടെ നടക്കുന്നതൊക്കെ നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അതെപ്പോ അറിയിച്ചെന്ന് ചോദിച്ചാ പോരെ? എന്നാ പിന്നെ കൂടുതൽ ഇരിക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ വന്നത് ആരും അറിയണ്ട. പോവാനെന്തോട്ടാ? വാ. കുഴപ്പമായല്ലോ ഭഗവാനെ. ഈ അവതാരങ്ങൾ എപ്പോ എത്തി? ഇപ്പൊ ഇവര് വന്നേ ഉള്ളൂ ദീപേട്ടാ. ഇവരെ വീട്ടിൽ കയറ്റാൻ നിന്നോട് ആരാ പറഞ്ഞത്? അരുൺ സാറിന്റെ ചേട്ടനും ഭാര്യയല്ലേ മോനെ? ദേ, വന്നതൊക്കെ കൊള്ളാം. ഇനിയും പഴയതൊക്കെ ആവർത്തിക്കാനാണ് പരിപാടിയെങ്കിൽ രണ്ടാളും ജീവിതം ജീവിച്ച് തീർക്കത്തില്ല. ഞങ്ങൾ ഗൂഢാലോചന നടത്താൻ വന്നൊന്നുമല്ല. എന്റെ അമ്മയ്ക്കും അനിയനും ഞങ്ങളിപ്പോ വിശ്വാസമില്ല. അതുകൊണ്ട് എല്ലാവരുടെയും കാര്യങ്ങളൊന്ന് അന്വേഷിച്ചറിയാൻ വന്നതാ. അതിനിവിടെയാണോ വരുന്നത്? ഇങ്ങോട്ട് വരുന്നത് മോന് ഇഷ്ടമല്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. പിന്നെ വന്ന സ്ഥിതിക്ക് ഒരു ഗ്ലാസ് ചായ കൊടുത്തിട്ട് പറഞ്ഞു വിടുകയായിരുന്നു. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഈ വരവ് ഇതോടെ നിർത്തിക്കൊള്ളണം. നിങ്ങളിവിടെ വരുന്നതും പ്രത്യേകിച്ച് എന്റെ ഭാര്യയും അവളുടെ അമ്മയുമായിട്ട് നിങ്ങൾ അടുക്കുന്നതും എനിക്കിഷ്ടമല്ല. എന്നാ പിന്നെ ഞങ്ങൾ വരാതിരിക്കാൻ നോക്കാം ദീപ. നോക്കാമെന്നല്ല, വരരുത്. ശരി, വാ മഞ്ജു. അവര് വന്ന സ്ഥിതിക്ക് വിഷമിപ്പിച്ച് വിടണ്ടായിരുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, സൽക്കരിച്ചിട്ട് വിട്ടാ മതി. രണ്ടാളും കൂടി വിളിച്ചു വരുത്തതാണോ അവരെ? അയ്യോ അല്ല,
അവര് മുന്നറിയിപ്പില്ലാതെ കയറി വന്നതാ. അതെ, ഇങ്ങോട്ട് കേറി വരുമ്പോ ഇനി ആട്ടിപ്പായിച്ച അരുൺ സാറിന്റെ ഏട്ടനും ഏട്ടത്തിയല്ലയോ? അതിന്റെ പേരിൽ ദീപൻ തട്ടിക്കേറുവോന്ന് ഞങ്ങള് ഭയന്നു. അല്ലേ മോളെ? സുധാമണി, കൂടുതൽ സംസാരമൊന്നും വേണ്ട. നിങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവള് മതിലകത്ത് കിടന്ന് കഷ്ടപ്പെട്ടതാ. ആ സമയത്തൊന്നും ഇവളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലായിരുന്നു. ദേ, ഇനി നിങ്ങളായിട്ട് മാറ്റിയെടുക്കാനൊന്നും നോക്കണ്ട. അങ്ങനെ ചെയ്താ ആദ്യം നിങ്ങൾ തീരും, പിന്നെ ദേ ഇവളും. വീടിനകത്ത് യുദ്ധം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതിലും നല്ലത് ജയിലിൽ പോയി കിടക്കുന്ന. തക്ക സമയത്ത് തന്നെ അവൻ വന്നല്ലോ. ദീപേട്ടനറിയാതെ അവരുമായിട്ട് നമുക്ക് അടുക്കണം. നമുക്ക് ഒരു പൊതുശത്രുവേ ഉള്ളൂ, ആർത്തു. അവളുടെ കഥ തീർക്കണം. എന്നേട്ടാ ദാ. ആ വെള്ളപ്പൊക്കത്തിന് ശേഷം പല ഭാഗത്തുനിന്നുള്ള മണ്ണ് പറഞ്ഞു വന്ന് അടിഞ്ഞു. അവിടെ ഇപ്പം പഴയതുപോലൊന്നും നട്ടാൻ കുരുക്കുന്നില്ല. കുരുത്താലോ പഴയതുപോലോട്ട് കായ്ക്കുന്നുമില്ല. അന്നീ പറമ്പെല്ലാം കടല് പോലെയാ കിടന്നത് അല്ലേ കണ്ണേട്ടാ? ആ, ഭഗവാന്റെ കൊട്ടാരം പോലും കടലെടുത്തില്ലേ. പിന്നെ നമ്മൾ മനുഷ്യരുടെ കാര്യം പറയണോ? എല്ലാം കടൽ വിഴുങ്ങും. അതിനുള്ള അവസരം നമ്മൾ മനുഷ്യരായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്താടാ കണ്ണ, ഒരു വാർത്തയുണ്ട്. ദീപൻ ഇപ്പോൾ വിളിച്ചിരുന്നു. സുധാമണിയും വിജിതയും കാണാൻ അരുൺ സാറിന്റെ ഏട്ടനെ എടുത്തി വന്നെന്ന്. അവൻ താക്കീത് ചെയ്ത രണ്ടിനെയും വിട്ടെന്ന് പറഞ്ഞു. എങ്കിലും അവിടെ അവര് ധൈര്യത്തോടെ വന്ന് എന്തിനാണെന്ന് മനസ്സിലാവാത്തത്. എങ്കിൽ പുതിയ സഖ്യം എന്തെങ്കിലും ഉണ്ടാക്കി കാണും. ഇനി ഏതായാലും കാർത്തും മാളും ഒക്കെ ഒന്ന് സൂക്ഷിക്കാൻ പറയണം. കാർത്തുവാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. നിന്റെ മാമി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എല്ലാം മൂടി വെച്ചോണ്ട് നടക്കുകയാണെന്ന് നമ്മൾ സംശയിച്ചാണല്ലോ. അതിനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അവരുടെ മനസ്സിലുള്ള കാര്യങ്ങള് മഞ്ജുവിനെ അനന്തുവിനെ അവരെ അറിയിച്ചോന്നും പറയാൻ പറ്റില്ല. അത് കാർത്തു അരുണിന്റെ അപ്പച്ചിയുടെ മോളാണെന്നറിഞ്ഞ മഞ്ജു പിന്നെ ആദ്യം പോകുന്നത് ശരത് സാറിന്റെ അടുത്തോട്ടായിരിക്കും. എല്ലാം ഒന്ന് കെട്ടടങ്ങിയതാ. മാളുവിന്റെ ഉണ്ണിയുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓണം ആഘോഷിക്കാൻ വീട് ഒരുങ്ങുക. ആ സമയത്ത് പുതിയ തന്ത്രങ്ങളുമായിട്ടായിരിക്കും അവർ രണ്ടൂടെ വന്നിരിക്കുന്നത്. ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവർ അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താ? സ്വന്തം അച്ഛനെ ഉണ്ണി കൊന്നതിന്റെ പക വിജിതയുടെ മനസ്സിലുണ്ട്. കരുണമാമയുടെ മരണത്തിന് ശേഷം പലപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്ന വിജിതയെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കണ്ണേട്ടാ. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് തിളയ്ക്കുന്നുണ്ടെന്ന് അപ്പ അവളെ കാണുന്ന ആർക്കും മനസ്സിലാവും. മാമിയും വിജയും കൂടി വീണ്ടും ആരെങ്കിലുമൊക്കെ കൊലയാളിയാക്കുവോ പാപ്പാ? അതാ എന്റെയും പേടി. അതും ദീപനാണെങ്കിൽ നമ്മളെപ്പോലെ ഒന്നുമല്ല. ദേഷ്യം വന്ന രണ്ടിനെയും വെട്ടി അരിഞ്ഞിട്ട് ജയിലിലേക്ക് പോകും. ഏതായാലും നീ അവനെ കാണുമ്പോ ഒന്ന് ഉപദേശിച്ചേക്ക്. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ടെന്ന് പറയണം. ഏതായാലും മഞ്ജു അനന്തു അവിടെ വന്നത് അത്ര നല്ലതിനല്ല. അമ്മ പറയുന്നത് ചിലപ്പോഴൊക്കെ ശരിയാ. ഓന്തിന്റെ ജന്മ എന്റെ മാമിയും അവരുടെ മോളും ഒക്കെ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇനിയൊരു നിറം മാറ്റം ഉണ്ടായ അത് അപകടമാവും അത്രേ. അവിടുത്തെ അത്രയൊന്നും ആഹാരം നന്നാവില്ല കേട്ടുമോനെ. അവിടുന്ന് കാർത്തു പറഞ്ഞതാ കുറച്ച് കറികളൊക്കെ തന്നുവിടാന്ന്. ഞങ്ങള് വേണ്ടെന്ന് പറഞ്ഞു. ഇതിനു മുൻപ് അവിടെ പോയിട്ട് വരുമ്പോഴൊക്കെ ഞാൻ കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ കറികൾ വാങ്ങിച്ചോണ്ട് വരുമായിരുന്നു. അല്ല, ആ ഹോട്ടലൊക്കെ ഒരു വിപുലപ്പെടുത്തണ്ടേ? ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറിയാ നന്നായിരിക്കുമല്ലോ. ഇപ്പൊ അവിടെ പശുക്കളും മറ്റുമായിട്ട് ഒരുപാട് ജോലിയുണ്ടല്ലോ. അതിന്റെ കൂടെ വലിയൊരു ഹോട്ടൽ മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോവാൻ പാടാ. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് പവിത്രയുടെ ജോലി ചെയ്യുന്നത് കണ്ടിട്ട്. എന്തൊരു സ്പീഡാണെന്നറിയോ. രാവിലെ വീട്ടിലേക്കുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ കടയിലേക്ക് പോകുന്നത്.
അതും അവിടേക്ക് വേണ്ട പലഹാരങ്ങളും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ജോലി ചെയ്യുന്നതായിട്ട് പോലും നമ്മൾ അറിയില്ല. അതങ്ങനെ മോളെ, ചില അമ്മമാര് ജോലി ചെയ്യുമ്പോ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ടോ? അതൊക്കെ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴല്ലേ അതിന്റെ പാടറിയൂ. ഇനി സ്വന്തമായിട്ട് മോളും ചെയ്തു കൊടുക്കണം. തറവാട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ എല്ലാം പെട്ടെന്ന് പഠിക്കുകയും ചെയ്യാം. ഏട്ടത്തി ഞാൻ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കാർത്തു അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാ ഉച്ചയ്ക്കുള്ള ചോറും കറിയും വരെ പെട്ടെന്നുണ്ടാക്കിയിട്ട് ഒരു പോക്കാണെന്ന്, അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞു. എന്നാ ഏട്ടത്തി അങ്ങനെ കാര്യമായിട്ട് കൂടെ പോവാൻ വിളിക്കത്തുമില്ല. അമ്മായി അങ്ങനെ പോകാറില്ലല്ലോ അമ്മേ. എന്നാലും നിർബന്ധിച്ചാലൊക്കെ പോകും. അതുകൊണ്ടാ അരുൺ സംശയിക്കുന്നത് കാർത്തു പോകുന്നത് അമ്പലത്തിലേക്കാണോ അതോ ജീവനെ കാണാനാണോന്ന്. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ആ പേരൊന്ന് നിർത്തണേ. കേട്ടോ ഉണ്ണി, ഇയാളുടെ കൂട്ടുകാരിയെ അയാൾ വഞ്ചിച്ചു. പക്ഷേ ഇയാളുടെ ഓരോരോ സംസാരവും പ്രവൃത്തിയും കണ്ടാല് ആ കൂട്ടുകാരി ഇയാളാണെന്ന് തോന്നും. ഓരോന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആർക്കും അങ്ങനെ തോന്നും.